ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു ദിനം കൂടി ബാക്കി. നീണ്ട ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ. സുരക്ഷയ്ക്കായി 4511 പോലീസ് ഉദ്യോഗസ്ഥരെയും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളെയും വിന്യസിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 100ഓളം CCTV ക്യാമറകളും സ്ഥാപിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. എത്തരത്തിലാണ് തലസ്ഥാന നഗരം ഈ ഉത്സവത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആറ്റുകാൽ പൊങ്കാല ഇന്ന് അടുത്തിരിക്കുന്നു. ഒരു ദിവസം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം ബാക്കി നിൽക്കെ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ സുരക്ഷയുടെ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിനകം 4511 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. കേരള പോലീസ് മാത്രമല്ല, കൂടെ തമിഴ്നാട് പോലീസും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 100ഓളം CCTVകൾ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടർന്നു വരികയാണ്. ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആരോഗ്യരംഗവും ഭക്ഷ്യ സുരക്ഷാ വകുപ്പും ഒത്തുചേർന്നുകൊണ്ട് വളരെ മികച്ചൊരു സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് യാത്ര കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടി കൂടുതൽ KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തും. അതുകൂടാതെ ട്രെയിൻ സർവീസുകളും കൂടുതലായി അനുവദിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും അവസാനഘട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഈ തിരുവനന്തപുരം നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റന്നാൾ വിപുലമായ രീതിയിൽ ജില്ലയിലുടനീളം ഈ പൊങ്കാലയിടും. ദേവിയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ തന്നെ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 5-നായിരുന്നു കാപ്പ് കെട്ടി കുടിയിരുത്തൽ, ഈ പൊങ്കാലയുടെ ആദ്യഘട്ട ഒരുക്കമായ കാപ്പ് കെട്ടി കുടിയിരുത്തൽ നടന്നത്. പിന്നീട് കുത്തിയോട്ട വ്രതം ആരംഭിക്കുകയും ഇനി മറ്റന്നാൾ മാർച്ച് 13-നായിരിക്കും ഈ പൊങ്കാല അടുപ്പിൽ തീ പകരുന്നത്. അങ്ങനെ മാർച്ച് 5-ന് തുടങ്ങി മാർച്ച് 14-നാണ് ഈ ഒരു പൊങ്കാല മഹോത്സവം അവസാനിക്കുന്നത്. എന്തായാലും ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാടും നഗരവും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഗീത. ശരി മീര, ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു ദിനം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെ നിന്നുള്ള വിശേഷങ്ങളായിരുന്നു മീര മനോഹരൻ പങ്കുവച്ചത്.